യുദ്ധഭൂമിയിൽ ചിലപ്പോൾ വെടിയൊച്ചകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിശബ്ദതയാണ്. ബോംബുകൾ പതിക്കുന്ന ആകാശത്തിനും മിസൈലുകൾ പായുന്ന രാത്രികൾക്കുമിടയിൽ ലോകം ഇന്ന് ശ്രദ്ധിക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. മഹാശക്തികൾ പോലും ചിലപ്പോൾ അവരുടെ കാൽവയ്പുകൾ മന്ദഗതിയിലാക്കുന്ന നിമിഷങ്ങൾ. പശ്ചിമേഷ്യയിലെ മരുഭൂമിക്കാറ്റിൽ ഇപ്പോൾ അത്തരമൊരു സന്ദേശമാണ് ഒഴുകി നടക്കുന്നത്. മാസങ്ങളായി നീളുന്ന സംഘർഷത്തിനൊടുവിൽ ഇറാൻ ഇപ്പോഴും തകർന്നു വീഴാതെ നിലകൊള്ളുമ്പോൾ യുദ്ധത്തിന്റെ രാഷ്ട്രീയ ഗണിതവും മാറി തുടങ്ങുകയാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക സമ്മർദ്ദം ചെലുത്തിയിട്ടും ടെഹ്റാൻ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുമെന്നും ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മാസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം അത്ര ലളിതമല്ല എന്ന് വ്യക്തമായി. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ സംഭവ വികാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സമീപകാല സംഭാഷണങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ലബനനിൽ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ പദ്ധതികളോട് ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതായും അത് അമേരിക്കയുടെ ഇറാൻ നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുമെന്ന ആശങ്ക പങ്കുവച്ചതായും നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും ഇറാനുമായുള്ള പ്രാദേശിക യുദ്ധം ശക്തമാക്കുകയും ചെയ്ത സംഘർഷങ്ങൾക്ക് നേരിയ ആശ്വാസമായി ലെബനനിൽ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു.